തമ്പാനൂർ റെയിൽവേ ടണലിലെ അപകടത്തിൽ തലയൂരാൻ റെയിൽവേയുടെ നീക്കം. റെയിൽവേയുടെ ഉത്തരവാദിത്തമല്ലെന്ന് ആവർത്തിച്ച DRM. ജോയിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും റെയിൽവേക്ക് മടിയാണ്. ജോയ് കരാർ തൊഴിലാളിയാണെന്നും DRMന്റെ വിശദീകരണം. അതേസമയം ജോയിയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകും. അസിത, തമ്പാനൂർ റെയിൽവേ ടെർമിനലിലെ ജോയിയുടെ മരണത്തിൽ റെയിൽവേ സംബന്ധിച്ച കെടുകാര്യസ്ഥതയെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലും റെയിൽവേക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് DRMന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായി റെയിൽവേ ന്യായീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മാലിന്യങ്ങളെല്ലാം പുറത്തു നിന്ന് വരുന്നതാണ്, റെയിൽവേ അകത്ത് ഒരു തരത്തിലുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള ഉരുണ്ടുകളി ഇക്കാര്യങ്ങളിൽ റെയിൽവേ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഈ ജോയി എന്ന് പറയുന്ന കരാർ പണിക്കാരനാണ്, റെയിൽവേക്ക് ഉത്തരവാദിത്വമില്ല. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. വിദഗ്ധ സമിതി ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിലുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് ഇന്ന് DRMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. The waste which you have seen at the site, at the location of the incident, this is all coming in the canal from the upstream. We have instituted a very senior level fact-finding inquiry. They will inquire into all the aspects and they will give their recommendations to on the incident. There are certain acts. We are looking at the situation. At the moment, we had given a contract to an outside agencies. We will be examining all these aspects, but the smaller aspects we have taken care of by way of the railway persons have voluntarily contributed, and they have taken care of the expenses on the yesterday which happened for that. അതേസമയം റെയിൽവേക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം റെയിൽവേ ഇക്കാര്യത്തിൽ വലിയ കെടുകാര്യസ്ഥതയാണ് നടത്തിയത്. ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പോലും ആദ്യഘട്ടത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഉദാസീന സമീപനം ഉണ്ടായിരുന്നു. ഇന്ന് റഹീം MPയും രൂക്ഷമായ വിമർശനം റെയിൽവേക്കെതിരെ നടത്തി. ഇക്കാര്യത്തിൽ ജോയിയുടെ കുടുംബത്തിന് മാതാവിന് നഷ്ടപരിഹാരം നൽകാൻ അടിയന്തരമായി റെയിൽവേ ഇടപെടണം എന്ന ആവശ്യമാണ് റഹീം MP മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ റെയിൽവേക്കും കേന്ദ്ര മന്ത്രാലയത്തിനും മനുഷ്യത്വം ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം. റെയിൽവേയുടെ ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഗൗരവമായ മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാരായമുട്ടത്ത് പോയി ജോയിയുടെ മാതാവിനെ സന്ദർശിച്ചു. അതിനുശേഷം റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനം ശിവൻകുട്ടി ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് ജോയിയുടെ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ്. റെയിൽവേ ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം, പ്രത്യേകിച്ച് ജോയിയുടെ അമ്മയുടെ സ്ഥിതി വളരെ ദയനീയമാണ്, അമ്മയെ ആശ്വസിപ്പിക്കാൻ പറയുന്നത് പോലെ റെയിൽവേ ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരം. ആ നിലയിലുള്ള പ്രതികരണമാണ് എല്ലാ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നത്. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.